പ്രതീക്ഷ ഞങ്ങൾ ജയിക്കും. ആദ്യ വോട്ട് തന്നെ രേഖപ്പെടുത്തി. എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തി. അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ? ബൂത്തൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ? ബൂത്ത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും കണ്ടതിൽ സന്തോഷം. ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. വരട്ടെ, നമ്മുടെ കുട്ടികളൊക്കെ വരട്ടെ, ഇവരെല്ലാം ചെയ്യട്ടെ. കഴിഞ്ഞ തവണ അൻവറിനായിരുന്നു വോട്ട്, തവണ സ്വരാജിന്. അത് നിങ്ങൾ ചോദിക്കണേ. അത് ഞാൻ സ്വരാജിനെ കൊടുക്കും. എന്തായാലും ഇപ്പൊ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ ആയിഷാത്ത വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ നേരത്തെ എത്തി. വളരെ സന്തോഷമായി. രാജ്യം എന്നെ അംഗീകരിക്കണ്ടോ? എന്റെ കുട്ടികളും എന്നാ പിന്നെ ഞാൻ പോയാലോ? നിലമ്പൂർ ആയിഷ വോട്ട് ചെയ്ത് 193 നമ്പർ ബൂത്തിൽ. പറഞ്ഞോളൂ ശാന്തകുമാർ. 193 നമ്പർ ബൂത്തിൽ ആദ്യത്തെ വോട്ടാണ് നിലമ്പൂർ ആയിഷ വോട്ട് ചെയ്താണ് ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. ആയിഷത്ത് വന്ന വഴിയും അങ്ങനെ അല്ലല്ലോ അല്ലേ? ആയിഷത്ത് വന്ന വഴിയും അങ്ങനെ അല്ലല്ലോ, പേടിക്കുന്നൊരു വഴിയല്ലല്ലോ. ആ, നേരായ വഴിയിലൂടെ കിടക്കുന്ന ആളാണ്. അതെ. അതുതന്നെയാണ് സേതു നിലമ്പൂർ ആയിഷ പറയുന്നത്. അവർ കൃത്യമായി പറയുന്നു ആര് ജയിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം PV അൻവറിനാണ് വോട്ട് ചെയ്തത്, ഇപ്രാവശ്യം മാർക്ക് എന്നുള്ളത്. അതെല്ലാം അവർ കൃത്യമായി തന്നെ നമ്മോട് പറയുകയും ചെയ്തു. എന്തായാലും നിലമ്പൂർ ആയിഷ 193 നമ്പർ ബൂത്തിൽ വന്ന് ആദ്യത്തെ വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. ഈ ബൂത്തിൽ ഈ GLP സ്കൂളിൽ, മുക്കട്ട GLP സ്കൂളിലെ 4 ബൂത്തുകളാണ്. ഈ 4 ബൂത്തുകളിലും നീണ്ട നിര തന്നെ രാവിലെ മുതലുണ്ട്. 6:30 മണി മുതൽ തന്നെ വോട്ടർമാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നു. അതിലാണ് ഇപ്പോൾ നിലമ്പൂർ 193 രേഖപ്പെടുത്തി അവർ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അതോടൊപ്പം തന്നെ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. നിരവധി സൈബർ ആക്രമണം എല്ലാം കഴിഞ്ഞ ദിവസങ്ങളായി. അതേക്കുറിച്ച് അവർ കാര്യമായി ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും ഒന്നിനെയും ഭയപ്പെടും. ശരി ശാന്തകുമാറിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ നിലമ്പൂർ ആയിഷ വോട്ട് ചെയ്തിട്ട് പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. നിലമ്പൂർ ആയിഷയുടെ പ്രതികരണം നമ്മൾ കേട്ടു. നമുക്കറിയാവുന്ന പോലെ എപ്പോഴും തന്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് നിലമ്പൂർ ആയിഷ. അത് തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം ഈ നിലമ്പൂരിനെ കുറിച്ച്. നിലവിൽ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭ അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുക്കൽ, വഴിക്കടവ് ഈ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അവിടെയാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്.